മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചേലക്കര മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. അധികാരികൾ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചുവെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് രംഗത്തെത്തിയത്. മണലാടി, പാറപ്പുറം, ആറ്റൂർ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർന്നിട്ടും നടപടി സ്വീകരിക്കാത്ത ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണലാടി, പാറപ്പുറം, ആറ്റൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. വന്യജീവി ആക്രമണങ്ങൾ കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടായിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വന്യജീവി ആക്രമണത്തെ തുടർന്ന് റോഡ് ഉപരോധിച്ചപ്പോൾ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റി ഔട്ട് പോസ്റ്റ് ഉടൻ തുറക്കുമെന്ന ഉറപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നൽകിയിരുന്നു. എന്നാൽ MLA UR പ്രദീപ്, MP K രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത അവലോകന യോഗത്തിന് പിന്നാലെ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ മാറ്റാനുള്ള തീരുമാനം മരവിപ്പിച്ചത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പൊതുവഴികളിൽ പോലും വഴിവിളക്കുകൾ സ്ഥാപിക്കാതെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ശക്തമായ പ്രതിഷേധമുയർന്നു. അധികാരികൾ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിച്ചാൽ ശക്തമായ സമരവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ NS വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ K നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP പ്രസാദ്, വാർഡ് പ്രസിഡന്റ് ഫിറോസ് KM, E സേതുമാധവൻ, TC രാമകൃഷ്ണൻ, വിശ്വംഭരൻ KV, AR ബാലകൃഷ്ണൻ, രാജൻ താഴത്തേതിൽ, T കല്യാണിക്കുട്ടി, T ബിനീഷ് വളവ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ, ഗണേഷ് ആറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.